Shalom. Our YouTube channel, A for Ben. welcomes you to a new lesson of Hebrew language learning. ഹീബ്രു ഭാഷാ പഠനത്തിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് താങ്കൾക്ക് സ്വാഗതം. Proverbs chapter 19 verse 14a. Beit vahon nachalat avot. Beit vahon nachalat avot. Beit vahon nachalat avot. Proverbs 19 verse 14. House and riches are the inheritance of fathers. സദൃശ്യവാക്യങ്ങൾ 19 അധ്യായം 14 വാക്യം. ഭവനവും സമ്പത്തും പിതാക്കന്മാർ വെച്ചേക്കുന്ന അവകാശം. In this video, we will learn the Hebrew vowel signs along with the letters. ഈ വീഡിയോയിൽ നമ്മൾ അക്ഷരങ്ങൾക്കൊപ്പം ഹീബ്രു സ്വരാക്ഷര ചിഹ്നങ്ങളും പഠിക്കും. Vowel symbols, known as nikud. It is written around letters. നിക്കുത് എന്നറിയപ്പെടുന്ന സ്വരാക്ഷര ചിഹ്നങ്ങൾ അക്ഷരങ്ങൾക്ക് ചുറ്റും എഴുതിയിരിക്കുന്നു എന്നു വേണമെങ്കിൽ പറയാം. ബൈറ്റ് വഹോൻ നഖലത് അവോത്. Which letters are there in this word? First letter from right side is Beth, second letter Yod, and the third letter Tau. Let's say one more time. Bet, Yod, Tov. ഈ വാക്കിൽ ഏതൊക്കെ അക്ഷരം ആണ് ഉള്ളത്? വലതുനിന്ന് ആദ്യ അക്ഷരം ബേത്ത്, രണ്ടാം അക്ഷരം യോദ്, മൂന്നാമത് തോ. ഓക്കെ, ഒന്നുകൂടി പറയാം. ബേത്ത്, യോദ്, തോവ്. We see just below the letter called Beth a small horizontal line, or a symbol. Here we got the first vowel sign, or nikud, in the Hebrew alphabet. ബേത്തിന് താഴെ തിരശ്ചീനമായി കാണുന്ന ചെറിയ വര അഥവാ ചിഹ്നം ആണ് പദ. Let's read from right to left, the first letter being Aleph and the second being Beth. Look just below the letter Aleph. It is Kametz. Kametz is a symbol that looks like the English capital letter T. വലത്തുനിന്ന് ഇടത്തോട്ട് വായിക്കാം. ഒന്നാം അക്ഷരം ആലേഫ്, രണ്ടാമത്തേത് ബേത്ത്. ആലേഫിന് താഴെ ആയി കാണുന്ന ഇംഗ്ലീഷിലെ വലിയ അക്ഷരം ടി പോലെ തോന്നുന്ന ചിഹ്നം ആണ് കാമെറ്റ്സ്. It is the absolute singular form of the word Abba. It can be pronounced as Ab, and its plural is Abbot or Avit. The singular and plural are identified by the suffix added to it. We will learn that later. അബ്ബ എന്ന വാക്കിന്റെ അബ്സോല്യൂട്ട് സിംഗുലർ ആണിത്. ആബ് എന്ന് ഉച്ചരിക്കാം. അതിന്റെ പ്ലൂറൽ അബ്ബോത്ത് അല്ലെങ്കിൽ അവോത്ത് എന്നും പറയാം. സിംഗുലർ, പ്ലൂറൽ എന്നിവ തിരിച്ചറിയുന്നത് ഇതിന് ചേർക്കുന്ന സഫിക്സ് നോക്കിയാണ്. അത് നാം പിന്നീട് പഠിക്കും. These are the vowel signs. Short vowels are written on the right and long vowels on the left side in the A, E, I, U, O format. ഈ കാണുന്നതാണ് വോവൽ സൈൻസ്. എ, ഇ, എ, യു, ഒ എന്ന ക്രമത്തിൽ ഷോർട്ട് വോവൽ വലത്ത്, ലോങ് വോവൽ ഇടത്ത് എഴുതിയിരിക്കുന്നു. Patha, comets, reading right to left columns. Seagull, seer. ഹീരക്, ഹീരക് യോഡ്. Kibbutz, shurek. Comets Hathaf and Holam. അദ, കാമത്സ്. വലത്ത് നിന്നു ഇടത്തോട്ടു. സെഗോൾ, സെറെ. ഹിരക്, ഹിരക് യോദ്. കിബത്സ്, ഷുരേക്. കാമത്സ് ഹത്തുഫ്. ഹോളം. These are only basic 5 vowels in its short and long forms. But there are vowels like shva, hathaf, hathaf seagull, hathaf comets, sir yod, etc. ഹ്രസ്വവും ദീർഘവുമായ രൂപങ്ങളിലുള്ള അടിസ്ഥാന 5 സ്വരാക്ഷരങ്ങൾ മാത്രമാണ് ഇത്. എന്നാൽ ഷ്വ, ഹദാഫ്, ഹദാഫ് സെഗോൾ, ഹദാഫ് കമേറ്റ്സ്, സെറെ യോദ് പോലെയുള്ള മറ്റ് ചിഹ്നങ്ങളുമുണ്ട്. Please like, share, and subscribe to our YouTube channel and press the bell icon to get notifications for all our videos, and please don't forget to comment below. എല്ലാ വീഡിയോകൾക്കും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ദയവായി ലൈക്കും ഷെയറും ചെയ്യുക. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്തുക. താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. In description there you can see chapter-wise clickable timestamps. Start with 00 column 00. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ 00 കോളം 00യിൽ ആരംഭിക്കുന്ന ചാപ്റ്റർ തിരിച്ച് ക്ലിക്ക് ചെയ്യാവുന്ന ടൈം സ്റ്റാമ്പുകൾ നിങ്ങൾക്ക് കാണാം. Thank you for watching our videos. Have a great time with you. നമ്മുടെ ചാനലിനൊപ്പം വിലയേറിയ സമയം ചിലവഴിച്ചതിന് നന്ദി.